സിനി പാകിസ്ഥാൻ വിശ്വാസവഞ്ചന കാട്ടിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ രണ്ട് രാജ്യങ്ങളും, അതായത് അമേരിക്കയുടെ കാല് പിടിച്ച് ഇന്ത്യയോട് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ശരിയാക്കി തരണം, ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുടെ കാല് പിടിച്ച് അത് കേട്ട്, അതായത് അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടല്ല, ഇതോടുകൂടി ഭീകരവാദത്തെ നിങ്ങൾ അവസാനിപ്പിക്കുമെങ്കിൽ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രകോപനങ്ങളിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം എന്ന് ഇന്ത്യ നിലപാടെടുത്തു. അതേ നിലപാട് പാകിസ്ഥാനും എടുത്തു. പക്ഷേ രാത്രിയായപ്പോൾ പാകിസ്ഥാൻ തന്തയില്ലായ്മ കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പാഞ്ഞു. ഇന്ത്യ ഇത് കരുതിയിരുന്നു, കാരണം പാകിസ്ഥാന്റെ ചതി ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ട് ഇന്ത്യ കരുതി തന്നെയാണ് ഇരുന്നത്. എന്നാലും ഇനി പാകിസ്ഥാന് ഈ വെടിനിർത്തൽ കരാറിൽ തിരിച്ചടി കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ വിശദ വിവരങ്ങൾ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ രാത്രിയായപ്പോഴേക്കും ഇന്ത്യ പതുക്കെ എല്ലാ കാര്യങ്ങളും പിൻവാങ്ങി. അതാ കര, വ്യോമ, നാവിക സേനകളെല്ലാം തന്നെ സംയമനം പാലിച്ചു. പക്ഷേ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വീണ്ടും വെടിവെപ്പുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ ആർമി കരാർ ലംഘിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് അനുസരിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒന്ന് മതമാണ്, മറ്റൊന്ന് ആർമിയാണ്. അപ്പം ഈ ആർമി എന്ന് പറയുന്നത് പാക് ഭരണകൂടം നിയന്ത്രിക്കുന്നതിനപ്പുറമാണ്. ആർമിയുടെ തലവൻ ആരാണോ അയാൾ പറയുന്നതാണ് അവിടുത്തെ കാര്യം. സ്വാഭാവികമായും ഈ സൈനികരിൽ തന്നെ ഏറ്റവും മിടുക്കരായവരെ റിക്രൂട്ട് ചെയ്തിട്ട് ഭീകരവാദികളാക്കിയിട്ട് അല്ലെങ്കിൽ വിഘടനവാദികളാക്കിയിട്ടൊക്കെ മാറ്റുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ തന്ത്രമാണ്. ഒരു യുദ്ധം വരുമ്പോൾ ഈ പാക് ആർമിയിലേക്ക് ഈ വിഘടനവാദികൾ അല്ലെങ്കിൽ ഈ തീവ്രവാദികളൊക്കെ യൂണിഫോം ഇട്ട് വീണ്ടും വരാം. അപ്പോൾ ഇവരൊക്കെ അതിർത്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചെങ്കിലും ഈ ഭീകരവാദികളുടെ നിലപാട് എപ്പോഴും ഇന്ത്യക്കെതിരാണ്. അവരായിരിക്കാം വെടിവെച്ചത്. അതായത് പാക് സൈന്യം പറഞ്ഞാൽ പോലും കേൾക്കാത്ത കുറേ ആളുകൾ ഇപ്പോഴും ആ സൈന്യത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അതിർത്തി മേഖലയിലേക്ക് വെടിവെപ്പുണ്ടായത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് വെടിവെപ്പാണ്, ഞങ്ങൾ തിരിച്ചടിക്കും. കാരണം ഇനി ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ എന്ത് നിലപാടെടുത്താലും, ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദി ആക്രമണം നടന്നാലും അതിനെ ഒരു യുദ്ധമായി കണക്കാക്കി ഞങ്ങൾ തിരിച്ചടിക്കും. അപ്പം നമ്മൾ ഇപ്പോഴും അതിനെ ഒരു യുദ്ധമായി കണക്കാക്കിയിരുന്നില്ല. കാരണം യുദ്ധത്തിനുള്ള ഒരു പടയൊരുക്കം ആ രീതിയിലാണ് നമ്മൾ കണ്ടത്. കാരണം നമ്മളെല്ലായ്പ്പോഴും പാകിസ്ഥാന് തിരിച്ചടി കൊടുത്ത പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ഒറ്റ ദിവസം കൊണ്ട്, 16 ദിവസം ശേഷമാണെങ്കിലും ആ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ കൊടുത്ത മറുപടി അവരുടെ നട്ടലൊടിക്കുന്നതായിരുന്നു. 9 ഭീകരവാദി കേന്ദ്രങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, പള്ളികൾ, മദ്രസകൾ അടക്കം തകർന്നുപോയി. ഇതോടുകൂടി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യം ഇത്തരം അവസ്ഥയിൽ ഒന്നുകിൽ എതിർ രാജ്യവുമായിട്ട് ഒരു സന്ധിക്ക് ശ്രമിക്കും, അതല്ലെങ്കിൽ ഇനി പ്രകോപനത്തിന് ശ്രമിക്കാതിരിക്കും. പക്ഷേ അവർ അതല്ല ചെയ്തത്. ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ് അപ്പോഴും നമ്മൾ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചില്ല. പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഭീകരവാദികളുടെ ക്യാമ്പുകൾ തകർത്തു. ലോക ജനത ഇന്ത്യയുടെ കൂടെ നിന്നു. അങ്ങനെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വൻതോതിൽ ഡ്രോണുകൾ അയച്ചു. അതായത് 36 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 300 മുതൽ 500 ഡ്രോണുകൾ വരെ ഇന്ത്യയിലേക്ക് അയച്ചു. സാധാരണഗതിയിൽ ഒരു രാജ്യം ചെയ്യുന്ന യുദ്ധതന്ത്രമല്ലത്. കാരണം ഒറ്റയടിക്ക് അവരുടെ ആയുധങ്ങളൊക്കെ അങ്ങ് തീർന്നു പോകും. മാത്രമല്ല അവർ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇന്ത്യ വളരെയധികം സംയമനം പാലിക്കുകയും അതിനെയെല്ലാം നമ്മൾ പ്രതിരോധിക്കുകയും ചെയ്തു. S-400 ഉൾപ്പെടെയുള്ള, അതുപോലെ ആകാശ് മിസൈൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിച്ചു. നമ്മൾ അറ്റാക്ക് ചെയ്തില്ല. പിന്നെയും പ്രകോപനം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഇനി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ആക്രമണം നടത്തുകയും 2 സൈനിക ക്യാമ്പുകൾ തകർക്കുകയും ചെയ്തു. അതിന് പകരം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആശുപത്രികൾ, പള്ളികൾ, മോസ്കുകൾ, ആരാധനാലയങ്ങൾ ഇതൊക്കെ തകർക്കാൻ നമ്മുടെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പാസഞ്ചർ വിമാനങ്ങളെ തകർക്കാൻ ഈ ശ്രമങ്ങളൊക്കെയാണ് നടത്തിയത്. അപ്പോൾ നമ്മൾ ചെയ്തതിനെല്ലാം പ്രതിരോധമെന്നും അവർ ചെയ്തതിനെല്ലാം ആക്രമണമെന്നുമാണ് വിചാരിക്കേണ്ടത്. എന്തായാലും പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പിടിച്ചു, ചൈനയുടെ കാല് പിടിച്ചു, UN-ൻ്റെ കാല് പിടിച്ചു. ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് നമ്മൾ വന്നു. നമ്മുടെ സൈനിക മേധാവികൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒട്ടും സന്തോഷത്തോടു കൂടിയല്ല ആ വാർത്ത നമ്മളെ അറിയിച്ചത്. ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് ഇനി ഞങ്ങൾ കര, വ്യോമ, നാവിക സേനകളെല്ലാം തന്നെ വെടിനിർത്തലിലേക്ക് പോകുന്നു, കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ അടിക്കുമെന്ന് മാത്രം പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പാതിരാത്രിയിൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു. നമ്മൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പാക് ആർമി പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പം നമ്മുടെ അതിർത്തിയിലേക്ക്, കാശ്മീരിൻ്റെ ആയിക്കോട്ടെ പഞ്ചാബിൻ്റെ ആയിക്കോട്ടെ, അതിർത്തിയിലേക്ക് വെടിയുണ്ടകൾ വരികയോ ഷെല്ലുകൾ പതിക്കുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ ആക്രമണം എന്ന് തന്നെയല്ലേ? അപ്പോൾ പിന്നെ അവർ ആക്രമിച്ചില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലെ വളരെ മോശപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെട്ട രാജ്യം തികച്ചും മ്ലേച്ഛപരമായ ഒരു നടപടിയിലേക്കാണ് നീങ്ങിയത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ മറുപടി ഇനിയും ഉണ്ടായിക്കൂടെ? തീർച്ചയായിട്ടും. ഇന്ത്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭീകരർ ഇനിയും ഇന്ത്യയെ കയറി ആക്രമിച്ചാൽ അത് പാകിസ്ഥാൻ ചെയ്യുന്ന ആക്രമണമായി തന്നെ ഇന്ത്യ അതിനെ കാണും.
അതിന്റെ പിന്നിൽ ഇന്ത്യ പാകിസ്ഥാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം തന്നെ ഇന്ത്യ തീരുമാനിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമായ നിലപാട് പറയുന്നത്. മാത്രമല്ല, ഈ പാകിസ്ഥാൻ നമ്മുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടു, അതിനെ ഇന്ത്യ പ്രതിരോധിച്ചു. നമ്മുടെ പല മേഖലകളും തന്ത്രപ്രധാനമായ പല മേഖലകളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു എന്ന് പറയുന്നു. ഇന്ത്യയുടെ സൈനികരെല്ലാം അതിനെ പ്രതിരോധിച്ചു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ കരാറിൽ ഒപ്പുവെച്ചു എങ്കിൽ പോലും പാകിസ്ഥാനിലെ ഭീകരർ ഈ വെടിനിർത്തലിന് തയ്യാറാകില്ല. അവിടുത്തെ ഭരണകൂടം പറയുന്നതോ പട്ടാളക്കാർ പറയുന്നതോ ഈ ഭീകരർക്ക് കേൾക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി നമുക്കുണ്ടാകും എന്നുള്ളത് ഇന്ത്യ കൃത്യമായി അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ നിന്ന് ഒരു സൈനികരും പിന്മാറാതെ അങ്ങനെ തന്നെ നിന്നത്. അതിനുശേഷം കൃത്യമായി ഡ്രോണുകൾ വന്ന് മിസൈലുകൾ വന്ന് വീഴും മുമ്പേ ഇന്ത്യ തിരിച്ചടിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാന് കൃത്യമായ മറുപടിയും ഇന്ത്യ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ ഇതൊക്കെ കേട്ടതെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആളുകൾ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അമേരിക്ക യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഇന്ത്യ യുദ്ധം ചെയ്യും, അമേരിക്ക ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട എന്ന് പറയും. അങ്ങനെയല്ല. ഇന്ത്യയുടെ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന 22-ാം തീയതി മുതൽ ഇന്നലെ വരെയുള്ള ഇന്ത്യയുടെ നിലപാടുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ നൽകിയ മറുപടി എങ്ങനെയാണ് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ആദ്യത്തെ ആക്രമണം ഇന്ത്യ നൽകിയ 15-ാമത്തെ ദിവസം ഇന്ത്യ ഭീകരരുടെ 9 താവളങ്ങൾ ആക്രമിച്ച ശേഷം അമേരിക്ക പറഞ്ഞു, നിങ്ങളിത് നിർത്തണം, 2 രാജ്യങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങൾ സന്ധി ചെയ്ത് സമാധാനപരമായി പോകണം എന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യയുടെ നിലപാടിലാണ് ഉറച്ചു നിന്നത്. അമേരിക്ക പറഞ്ഞൊന്നും ഇന്ത്യ കേട്ടിട്ടില്ല. ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയുടെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം, ഇന്ത്യയിലെ സൈനികർ സുരക്ഷിതരായിരിക്കണം, ഭീകരർ ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല. ഇത് തന്നെയാണ്, ഭീകരരെ പാകിസ്ഥാൻ ഇനി വളർത്താൻ പാടില്ല, നിങ്ങൾ വളർത്തിക്കോ, അത് ഇന്ത്യയിലേക്ക് വിടരുത്. ഇതായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത്. ആ നിലപാടിനോട് പാകിസ്ഥാൻ ഏതൊക്കെ കാലത്ത് വിയോജിപ്പ് കാണിക്കുന്നു ആ കാലത്തെല്ലാം പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന അടികൾ വലിയ രീതിയിലായിരിക്കും. ഇന്നലെ ഒരു പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഞങ്ങളുടെ സൈന്യം തീർന്നു, സൈന്യത്തിന് ഇനി രക്ഷയില്ല ഇന്ത്യയോട് മുട്ടാൻ, അതുകൊണ്ട് മദ്രസയിലെ പിള്ളേരെ ഇറക്കി ഞങ്ങൾ, പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞ കാര്യമാണ്, മദ്രസയിലെ പിള്ളേരെ ഇറക്കി ഞങ്ങൾ 2ാം പ്രതിരോധ നിര തയ്യാറാക്കുകയാണ്. എന്ത് വിഡ്ഢിത്തമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പറയുന്നുണ്ട്, നിങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഞങ്ങളും ലംഘിക്കും, ഞങ്ങളും ഇതിൽ നിന്ന് പിന്മാറില്ല, അത് ഓർത്താൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് എന്ന് ഇന്ത്യ കൃത്യമായ താക്കീതിലൂടെ മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാൻ ഇത് കേട്ടില്ല എങ്കിൽ പാകിസ്ഥാന് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. മാത്രമല്ല, സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിട്ടില്ല, മരവിപ്പിച്ചത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ നന്നാകുന്നത് വരെ വെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയില്ല, എന്ന് നന്നായെന്ന് ഇന്ത്യക്ക് തോന്നുന്നു അന്നേ ഇന്ത്യ വെള്ളം കൊടുക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്ത്യ പറഞ്ഞ 2ാമത്തെ ആ പ്രവൃത്തി ഉണ്ടല്ലോ, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കരാർ ലംഘിച്ചാൽ ഞങ്ങൾ ഈ യുദ്ധത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറും. അതിന് കാരണമുണ്ട്. കാരണം അത്രയും വലിയ പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ആർമിയിലുള്ള ഇവർ പറഞ്ഞാൽ കേൾക്കാത്ത കുറേ ആളുകളുണ്ടെങ്കിൽ അവരെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ആ ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇന്ത്യ പറയുന്നു, ഇന്നലെ രാത്രി മുഴുവൻ നമുക്ക് നേരെ ആക്രമണം നടത്തി, പക്ഷെ നേരം പുലർന്നപ്പോഴെന്ത് ഈ ആക്രമണം എല്ലാം തന്നെ നിലച്ചു, സ്ഥിതിഗതികൾ ശാന്തമായി, അതിർത്തി മേഖലയെല്ലാം തന്നെ സുരക്ഷിതമായി. പക്ഷേ രാത്രിയിൽ നമുക്ക് നേരെ ആരാണ് ആക്രമണം നടത്തിയത്? ആ ആക്രമണം നടത്തിയവർ ഇനിയുള്ള രാത്രികളിലും ഇത്തരം അറ്റാക്ക് നടത്താമല്ലോ. പാകിസ്ഥാൻ ആർമി പറയുകയാണ് ഞങ്ങളുടെ ആൾക്കാരല്ല നടത്തിയെന്ന് പറയുന്നത്. എന്തിനാണ് ഈ ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ഈ കണ്ണിൽ പൊടിയിടൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ആകെ ദുരിതത്തിലാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങി. അതായത് ഒരു യുദ്ധം പാകിസ്ഥാനെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തു. അതുകൊണ്ടാണ് 10,000 കോടി രൂപയുടെ വായ്പ IMF-നോട് ചോദിച്ചത്. IMF ഈ വായ്പ കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തും IMF-ന് ഫണ്ട് നൽകുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർക്ക് പാകിസ്ഥാനെ പോലെയുള്ള ഒരു തീവ്രവാദി രാജ്യത്തെ വേണം. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതാണ്. ഇവിടെയും അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരവാദികളാണ് ഇന്ത്യൻ അതിർത്തിയിൽ വീണ്ടും ആക്രമണം നടത്തുന്നത്. അവർ ഷെല്ലുകൾ വിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവർ വെടിവെക്കുന്നു. അപ്പോൾ ഇവർക്ക് അതിനാവശ്യമായ ആയുധ കോപ്പുകൾ എവിടെ കിട്ടുന്നു? അത് പാക് ആർമിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത്, ഇനി ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഓരോ പ്രകോപനവും യുദ്ധ പ്രഖ്യാപനമായി എടുക്കും, അതുകൊണ്ട് ശക്തമായ തിരിച്ചടി നൽകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മൾ ആക്രമണം നടത്തിയത് എവിടെയാണെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ കുറച്ച് അറ്റാക്കൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണ്, ഇന്ത്യയും ആണവ രാജ്യമാണ്. അപ്പം നമ്മളെ ആദ്യം ഭീഷണിപ്പെടുത്തിയത് ആണവായുധങ്ങൾ നമുക്കെതിരെ എടുത്ത് ഉപയോഗിക്കുമെന്നാണ്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ആക്രമണം മുഴുവൻ പാകിസ്ഥാൻ്റെ ആണവ മേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു
എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നു. അപ്പോൾ ആ മേഖലയിൽ ആക്രമണത്തിൽ ആ ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു വിജയം കൂടിയായി മാറും. അതെന്താണെന്നുള്ള വിവരം പുറത്തു വരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത്, നിങ്ങൾ പ്രകോപനം തുടർന്നാൽ ഞങ്ങൾ അതിനെ ഒരു യുദ്ധപ്രഖ്യാപനമായി മാറ്റി കൃത്യമായി അടികൊള്ളും. അപ്പം നിലവിൽ അവർ ആയുധക്കോപ്പുകൾ തീർന്നു, സൈന്യത്തിലെ കുറെ പേർ കൊല്ലപ്പെട്ടു, വളരെയധികം ലോകത്തിന് മുന്നിൽ നാണം കെട്ടു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും പ്രകോപനവുമായി ഇന്നലെ വന്നു. ഇനി വന്നാൽ ഇന്ത്യൻ ആക്രമണം അവർ ചിന്തിക്കുന്നതിനപ്പുറമാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതെ, തീർച്ചയായിട്ടും.